വളരെ കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടിയിട്ടാണ്, കൃത്യമായ ദിശാബോധത്തോട് കൂടിയിട്ടാണ് നരേന്ദ്ര ദാമോദർ മോദി തിരുവനന്തപുരത്ത് 23-ന് കാലുകുത്തുന്നത്. 23-ന് 11 മണിക്ക്, അതായത് രാവിലെ റെയിൽവേയുടെ പരിപാടി കഴിഞ്ഞാൽ 1 മണിക്കൂർ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞാൽ അതേ പരിപാടിയാണ്, അത് കഴിഞ്ഞാൽ BJPയുടെ യോഗമാണ്. എയർപോർട്ടിൽ നിന്നും ഈസ്റ്റ് ഫോർട്ട് വരെ, അതായത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം വരെ, ഗവർണറുടെ ഭവനത്തിലാണോ താമസമെന്ന് അറിയില്ല, അങ്ങനെയെങ്കിൽ രാജ്ഭവൻ വരെയും തിരിച്ച് രാജ്ഭവൻ മുതൽ ഈസ്റ്റ് ഫോർട്ട് വരെയും അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പുഷ്പഘോഷയാത്രയാണോ പുഷ്പവൃഷ്ടിയാണോ, വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് BJP. ഇത് കേരളം പിടിക്കാനുള്ള ഉത്സവമായിട്ടാണ് അവർ കൊണ്ടാടുന്നത്. കാരണം, ഞാനിത് പറയാൻ കാരണം, ബോംബെയിൽ വലിയ BMC എന്ന് പറയുന്ന ബോംബെയിലെ വലിയ നഗരസഭ, ബോംബെ ഉണ്ടായതിനു ശേഷം നാളിതുവരെ ബാൽ താക്കറെ വിട്ടുപോകാത്ത, ശിവസേനയെ വിട്ടുപോകാത്ത ബോംബെ നഗരസഭ, അതുപോലെ മഹാരാഷ്ട്രയിലെ ഒരുപാട് നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ BJP പിടിച്ചു. BJP ശിവസേന സഖ്യം പിടിച്ചു, ഷിൻഡെ സഖ്യം പിടിച്ചു. പക്ഷേ മോഡിക്ക് അതിൽ ആവേശം ഉണ്ടായില്ല. ഇന്നലെ BJPയുടെ പുതിയ തലമുറയിലെ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ച യോഗത്തിലും ഇതിനു മുമ്പ് നടന്ന നിരവധി യോഗങ്ങളിലും മോദിയും അമിത്ഷായും JP നദ്ദയും ഏറ്റവും കൂടുതൽ പേര് പറയുന്ന 2 പേരുകൾ, ഒന്ന് കേരളവും 2 രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ്. നോക്കൂ, ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുകയാണ് BJP. ഇതുപോലെ 82-ൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരസഭ ഞങ്ങൾ പിടിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഗുജറാത്ത് പിടിക്കാൻ കഴിഞ്ഞത്. ഇതാ ഞങ്ങൾ കേരളം പിടിക്കാൻ പോകുന്നു എന്നുള്ള വലിയ വാർത്ത. ഞങ്ങൾ പ്രതിപക്ഷമെങ്കിലും ആകും, അല്ലെങ്കിൽ ഞങ്ങളുടെ തൂക്ക് സഭയെങ്കിലും ഉണ്ടാക്കാനുള്ള എല്ലാ കളികളും ഞങ്ങൾക്കറിയാം എന്നുള്ള മോദിയുടെ പ്രഖ്യാപനത്തിൻ്റെ 2ാം വരവാണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ 45 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട്, CPMൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ BJP ഭരണത്തിൽ വന്നപ്പോൾ, ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തൊരു വാക്കുണ്ട് തിരുവനന്തപുരത്തുകാർക്ക്, കേരളത്തിന്, ജയിപ്പിച്ചാൽ 40-45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ പറയുമെന്ന്. അതുപോലെ പാലിച്ചിരിക്കുകയാണ്, വാക്ക് പാലിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി 23-ന് തിരുവനന്തപുരത്ത് വരികയാണ്. ഇനി അടുത്ത കൗതുകം എന്തെന്നുള്ളതാണ്, നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള പാക്കേജ് എന്തെന്നുള്ളതാണ്. വളരെ കൃത്യമായി ഇപ്പോൾ അറിയുന്ന ന്യൂസുകൾ വെച്ചാണെങ്കിൽ തിരുവനന്തപുരം നഗരം മാത്രമല്ല അവരുടെ ലക്ഷ്യം, നേമം മണ്ഡലം അല്ലെങ്കിൽ ഒരു BJP ഓറിയൻറ്റഡായി നിൽക്കുന്നു. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ നിർത്തിയാൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും, ചിലപ്പോൾ ജയിച്ചേക്കാം. എന്നാൽ നമ്മൾ പിന്നെ പറഞ്ഞത് തിരുവനന്തപുരം വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും ഒക്കെയാണ് പറഞ്ഞത്. ശ്രീലേഖ IPS, സുരേന്ദ്രൻ, കൃഷ്ണകുമാർ എന്നൊക്കെ പറഞ്ഞ് നിന്നത്, BJP നിന്ന് കറങ്ങിയത് അതിലാണ് ചാനലുകളൊക്കെ. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതാ വേറെ 3 മണ്ഡലങ്ങളിൽ കൂടി കോർപ്പറേഷൻ്റെ കെയർ ഓഫിൽ കൈവയ്ക്കുകയാണ്. കാട്ടാക്കടയിൽ സാറ്റലൈറ്റ് സിറ്റിയെക്കുറിച്ച് മോദി പരിപാടിയിടുന്നു. കഴക്കൂട്ടത്തിനും ആറ്റിങ്ങലിനും ഇടയ്ക്ക് സാറ്റലൈറ്റ് സിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് കഴക്കൂട്ടം മണ്ഡലത്തെയും കൈകാര്യം ചെയ്യാനാണ്, ആറ്റിങ്ങലിനെയും കൈകാര്യം ചെയ്യാനാണ്. നെടുമങ്ങാടും വാമനപുരവും കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നെടുമങ്ങാട്ടും സാറ്റലൈറ്റ് സിറ്റി ആരംഭിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ഇനി നെയ്യാറ്റിങ്കര അല്ലെങ്കിൽ പാറശാല ഭാഗത്ത് സാറ്റലൈറ്റ് ആരംഭിക്കുന്നു എന്നറിയില്ല, അത് പക്ഷേ കാട്ടാക്കടയിലേക്ക് പോകും. നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാട്ടാക്കടയിൽ സാറ്റലൈറ്റ് സിറ്റിയും, നെടുമങ്ങാട്, വാമനപുരം, കിളിമാനൂർ മണ്ഡലങ്ങളെ, ആറ്റിങ്ങൽ, കിളിമാനൂരിൽ ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നെടുമങ്ങാടും, അതുപോലെ തന്നെ തിരുവനന്തപുരം, നേമം എല്ലാം കൂടി ചേർത്ത് തിരുവനന്തപുരത്തും, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങൾ ചേർത്തുകൊണ്ട് ആ ഭാഗത്തും 2, 3, 4 സാറ്റലൈറ്റ് സിറ്റികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ടിൻ സിറ്റി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പരിപാടിയെങ്കിൽ അത് മാറുന്നു, സാറ്റലൈറ്റ് സിറ്റികളിലേക്ക് പോവുകയാണ്. ഈ സാറ്റലൈറ്റ് സിറ്റികളിലേക്ക് പോകുന്നതിൻ്റെ അജണ്ട കൃഷ്ണദാസിനെ കാട്ടാക്കടയിൽ ജയിപ്പിച്ചെടുക്കുക, V മുരളീധരനെ കഴക്കൂട്ടത്ത് ജയിപ്പിച്ചെടുക്കുക, ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി അറിയില്ല, ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കുക, അതിലൂടെ തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിൽ ജയിപ്പിച്ചെടുക്കുക, സെൻട്രൽ ജയിപ്പിച്ചെടുക്കുക, നേമം ജയിപ്പിച്ചെടുക്കുക, കോവളം ജയിപ്പിച്ചെടുക്കുക, നെയ്യാറ്റിങ്കര ജയിപ്പിച്ചെടുക്കുക, പാറശാല ജയിപ്പിച്ചെടുക്കുക. എത്ര വലിയ മിഷനുമായിട്ടാണ് നരേന്ദ്രമോദി വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഗുജറാത്ത് കലാപമുണ്ടായപ്പോൾ ഒരു നരാധമനെന്ന് പറഞ്ഞ് ലോകത്തിലെ എല്ലാ ചാനലുകളും BBC അടക്കം എഴുതി അമേരിക്കയിൽ കയറാൻ വിസ പോലും കൊടുക്കാതിരുന്ന ഒരു സാധാരണ മുഖ്യമന്ത്രി
ലോകത്തിൻ്റെ തന്നെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനമന്ത്രിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റുകളിലേക്ക് അദ്ദേഹം പോയെങ്കിൽ, ഒരുപക്ഷെ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേരുള്ള ഒരാളായി മാറി അതിനേക്കാൾ മുന്നിലേക്ക് പോയെങ്കിൽ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, വികസിത ഭാരതം എന്ന പേരിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വലിയ പേരുണ്ടാക്കിയിട്ടുള്ള നരേന്ദ്രമോദി ചെറിയ മനുഷ്യനല്ല എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയണം. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണെന്നും, മുണ്ടുടുത്ത നരേന്ദ്രമോദിയാണ് പിണറായി വിജയനെന്നും, പിണറായി വിജയനെ കളിയാക്കിയപ്പോൾ അതൊരു അഹങ്കാരമായി അതൊരു വലിയൊരു പദവിയായി പിണറായി വിജയൻ ആസ്വദിച്ചു. ഞാനും മോദിയാണല്ലോ. ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിൽ പിണറായി വിജയനെ നേതാവാക്കണമെന്നും, പിണറായി വിജയനെ നേതാവാക്കിയാൽ നരേന്ദ്രമോദിക്ക് കട്ടയ്ക്ക് നിൽക്കും എന്നും പറഞ്ഞ് സ്ഥലത്തുനിന്ന് മാറി പിണറായി വിജയൻ വാട്ടർലൂ ആവുന്നതും ഇന്നത്തെ NDTVയുടെ സർവേ, നമ്മൾ വേറെ വീഡിയോ ചെയ്യും, NDTVയുടെ സർവേ പ്രകാരം സതീശനേക്കാൾ താഴെ പോകുന്ന, വി.ഡി. സതീശൻ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല, മത്സരിച്ചിട്ടുമില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ, ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അങ്ങനെയുള്ള സതീശൻ്റെ താഴെ പോകുന്ന, തൊട്ടു താഴെ KK ശൈലജ വരുന്ന, 22ഉം 18ഉം തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ, തൊട്ടു താഴെ KK ശൈലജ വരുന്ന ആ രീതിയിൽ പിണറായി വിജയൻ വാട്ടർലൂ ആവുകയും നരേന്ദ്രമോദി ജൈത്രയാത്ര തുടരുകയും ചെയ്യുമ്പോൾ ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി ഒരു ഒന്നൊന്നര മോദിയാണ്. അങ്ങനെ നമുക്ക് സാധാരണ 30 സെൻറ്റിമീറ്ററോ 60 സെൻറ്റിമീറ്ററോ സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വമല്ല എന്ന് അറിയുക. തിരുവനന്തപുരത്തേക്ക് വരുന്നത് വലിയ മാസ്റ്റർ പ്ലാനുമായിട്ടാണ്. അതിൽ തിരുവനന്തപുരം നഗരം മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയാണ് അവരുടെ ലക്ഷ്യം. ആ ജില്ല പിടിക്കുന്നതിലൂടെ കേരളത്തിൽ വലിയ സന്ദേശം കൊടുത്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ കഴിഞ്ഞില്ല എങ്കിലും 31ലെ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ രഥയാത്ര നടത്തുക എന്നുള്ളത് തന്നെയാണ് മോദിയുടെ മിഷൻ 2026.